സംസ്ഥാനത്ത് കനത്ത ചൂടിന് ആശ്വാസമായി പലയിടത്തും മഴയെത്തി. മധ്യ തെക്കൻ കേരളത്തിൽ വിവിധയിടങ്ങളിൽ കഴിഞ്ഞ ദിവസം ശക്തമായ മഴയാണ് ലഭിച്ചത്. ഇന്ന് ഒരു ജില്ലയ്ക്കും മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിലും വേനൽ മഴ സജീവമാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ നിരീക്ഷണം. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയ്ക്കൊപ്പം 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. 2 ദിവസം തുടർച്ചയായി മഴ കിട്ടിയാൽ പൊള്ളുന്ന ചൂടിന് വലിയൊരു ആശ്വാസമാകും എന്നാണ് പ്രതീക്ഷ. ആഷിൻ ഡിയാഗോയും റാംഷാ സിപിയും ഷഹദ് റഹ്മാനും നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ആഷിൻ ഡിയാഗോയിലേക്കാണ്. ആഷിൻ, വേനൽ മഴ കൂടുതൽ ശക്തമാകും എന്നുള്ളത് ഈ കനത്ത ചൂടിനിടയിൽ ആശ്വാസകരമായ വാർത്തയാണ്. ഈ ചൂടിനുള്ള ആശ്വാസം എന്ന നിലയിൽ മാത്രമല്ല, നിലവിൽ വൈദ്യുതി നിയന്ത്രണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വേനൽമഴ കിട്ടിയാൽ മാത്രമേ അത് മാറൂ എന്ന കാര്യം വൈദ്യുതി മന്ത്രി അടക്കം വ്യക്തമാക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ഇന്ന് വേനൽ മഴയുടെ സ്വഭാവം ഏത് തരത്തിലാണ് പ്രതീക്ഷിക്കുന്നത്? കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് എന്താണ്? ആഷിൻ ഡിയാഗോ. ശ്രീജിത്ത്, ശ്രുതി, ഗുഡ് മോർണിംഗ്. എന്തായാലും ചുട്ടുപൊള്ളുന്ന കേരളത്തിന് ആശ്വാസകരമായ വേനൽ മഴ എത്തുന്നു എന്നുള്ളതാണ്. ഇന്നലെയും അതിന് മുന്നത്തെ ദിവസങ്ങളിലുമായി സംസ്ഥാനത്ത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴ തന്നെ വൈകുന്നേരങ്ങളിൽ ലഭിച്ചിരുന്നു. ഈ മഴ തുടരാനുള്ള സാധ്യതയാണ് നിലവിലിപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ലെങ്കിൽ പോലും നാളെ മുതൽ 5 ദിവസത്തേക്ക് മഴ സജീവമാകാനുള്ള സാധ്യതയാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കൽപ്പിക്കുന്നത്. നാളെ 2 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1-ാം തീയതി പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിലും 2-ാം തീയതി ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. മഴയ്ക്കൊപ്പം 40 മുതൽ 50 km/h വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിൽ പോലും ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടുകൂടി മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. എന്തായാലും ഈ ചുട്ടുപൊള്ളുന്ന കേരളത്തിന് താൽക്കാലിക ആശ്വാസമാകും എന്നുള്ളതാണ്. വേനൽ മഴ സജീവമാകുന്നതോടുകൂടി താപനില താഴേക്ക് പോകാനുള്ള സാധ്യതയാണ് നിലവിലിപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു പ്രതീക്ഷയായി പുറത്തുവെക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം സംസ്ഥാനത്ത് ഇപ്പോൾ വൈദ്യുതി നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തിയിരിക്കുന്ന സമയമാണ്. നേരത്തെ തന്നെ വൈദ്യുതി മന്ത്രി പറഞ്ഞിരുന്നതും അതുതന്നെയാണ്. വേനൽ മഴ എത്തിയാൽ മാത്രമേ ഈ ഒരു കടുത്ത വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു താൽക്കാലികമായി ഒരു ആശ്വാസം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിലെല്ലാം ജലനിരപ്പ് ക്രമാതീതമായി കുറയുന്നുണ്ട്. ഈ വേനൽ മഴ കൂടുതൽ ശക്തിപ്പെടുന്നതോടുകൂടി തന്നെ ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് എടുക്കാം ഒരു താൽക്കാലികമായി വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക് ഇനി മധ്യ കേരളത്തിലേക്ക് ഒന്ന് പോകണം. റാംഷാ സിപിയുടെ വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് റാംഷാ. കഴിഞ്ഞ കുറച്ചധികം ദിവസമായിട്ട് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചൂടുണ്ട്. അതിലിപ്പോൾ ഇന്നലെയോടുകൂടിയിട്ട് കുറച്ചൊരു മഴ കിട്ടുമെന്നുള്ളൊരു മുന്നറിയിപ്പ് നേരത്തെ ഉണ്ടായിരുന്നു. ഇന്നലെയോടുകൂടിയിട്ട് പലയിടങ്ങളിലും, കൊച്ചിയിൽ തന്നെ പലയിടങ്ങളിലും പല രീതിയിലാണ് മഴ, കനത്ത മഴ പെയ്ത സ്ഥലങ്ങളുണ്ട്, വളരെ കുറഞ്ഞ രീതിയിലെങ്കിലും മഴ പെയ്ത സ്ഥലങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഒരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. മധ്യ കേരളത്തിൽ പൊതുവായിട്ട് എങ്ങനെയായിരുന്നു? ഗുഡ് മോർണിംഗ് ശ്രുതി, റിജിത്ത്. ഏതായാലും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി മധ്യ കേരളത്തിൽ ഒട്ടുമിക്ക ഇടങ്ങളിലും ഏറിയും കുറഞ്ഞും മഴ ലഭിച്ചു എന്നത് തന്നെയാണ്. അത് വലിയൊരു ആശ്വാസമാണ് ചൂടിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വിയർത്തൊഴുകുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. വലിയ ഹ്യൂമിഡിറ്റിയാണ് നമ്മൾക്ക് അനുഭവപ്പെട്ടിരുന്നതെങ്കിൽ ഇന്നതിൽ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഇന്നലെ ഒരു സന്ധ്യയോടുകൂടി ലഭിച്ച മഴ, ശക്തമായ മഴ തന്നെ കൊച്ചിയിൽ പലയിടങ്ങളിലും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ ഒരു ബാക്കിപത്രം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ചൂടിന് വലിയൊരു ആശ്വാസം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ ചൂടാണ് ഈ മധ്യ കേരളത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് കൊച്ചിയിലൊക്കെ, ഇടുക്കിയിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം നല്ല ചൂട് അനുഭവപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കിയിലേക്കൊക്കെ നമ്മൾ സാധാരണ തണുപ്പ് തേടി പോകുന്ന ഇടങ്ങളാണ്. പക്ഷേ അവിടെയൊക്കെ ചുട്ടുപൊള്ളുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ അല്പം ഒരാശ്വാസം ഈ മഴ ലഭിച്ചതിനെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും ഈ മഴ ലഭിക്കും എന്ന പ്രതീക്ഷയാണുള്ളത്. അതോടുകൂടി ചൂടിന് അല്പം ഒരു ആശ്വാസം ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെ രൂക്ഷമായ സാഹചര്യം പല ഭാഗത്തുമുണ്ട്. അതിനൊക്കെ ഒരു ചെറിയ ആശ്വാസം ഈ മഴ ലഭിക്കുന്നതോടുകൂടി ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്.
ശരി, റാംഷാ CP വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. ഇന്നലെ എറണാകുളത്തൊക്കെ നേരിയ തോതിലാണെങ്കിലും വേനൽ മഴ കിട്ടിയിട്ടുണ്ട്. ഇന്നും വൈകുന്നേരത്തോടുകൂടി ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ടാകും എന്നുള്ള കാര്യമാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ഷാഹിദ് റഹ്മാൻ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വടക്കൻ കേരളത്തിലെ പൊതുവായ സാഹചര്യം ഷാഹിദ് റഹ്മാൻ നമ്മളോട് വിശദീകരിക്കും. ഷാഹിദ്, വലിയ ചൂടാണ്, രക്ഷയില്ലാത്ത ചൂടാണ്. അതിനിടയിൽ വേനൽ മഴ എത്തുന്നു എന്നത് വലിയ ആശ്വാസകരം തന്നെയാണ്. എന്താണ് ഈ വടക്കൻ കേരളത്തിലെ ജില്ലകളെ സംബന്ധിച്ച് മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ് ഷാഹിദ്? ഗുഡ് മോർണിംഗ് രജിത്ത്, ശ്രുതി. അതായത് ഇപ്പോൾ കൊച്ചിയിലുള്ള ആളുകൾ മഴ അവിടെ ചെറിയ രീതിയിലെങ്കിലും ലഭിച്ചു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ കൊച്ചിക്കാരോട് വലിയ അസൂയാണ് തോന്നുന്നത്. കാരണം ഇവിടെ കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായി കനത്ത ചൂടാണ്. നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. അതിനിടയിൽ ഒരു ആഴ്ചയ്ക്ക് മുൻപാണെന്ന് തോന്നുന്നു മുക്കം മേഖലയിൽ, മുക്കം കാരശ്ശേരി മേഖലകളിൽ ചെറിയ തോതിൽ, അതായത് നല്ല മഴ തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ വലിയ മഴ അവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കാര്യമായിട്ട് മഴയില്ല. എന്നാൽ അതായത് ഈ കൊച്ചി അതുപോലെ തന്നെ ആ ഭാഗങ്ങളിലേക്കുള്ള ആളുകൾ കൂടുതലായിട്ടും ഇടുക്കി ഭാഗങ്ങളിലേക്കാണ് ഈ തണുപ്പ് തേടി പോകാറുള്ളത്. കോഴിക്കോട്, അതായത് മലബാർ മേഖലയിലുള്ള ആളുകളൊക്കെ പ്രധാനമായിട്ടും വയനാട്ടിലേക്കാണ് ഈ തണുപ്പ് തേടി പോകാറുള്ളത്. പക്ഷേ വയനാട്ടിലും കനത്ത ചൂടാണ് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. പക്ഷെ ഒരു ആശ്വാസം എന്ന് പറയാം, അതായത് നാളെ ഈ പറഞ്ഞ 2 ജില്ലകളിൽ, കാസർഗോഡ് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടങ്ങളിൽ നേരിയ തോതിലുള്ള മഴ ലഭിക്കും എന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് എല്ലാവരെയും സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. ഒപ്പം തന്നെ മുന്നറിയിപ്പുകളൊന്നും കാര്യമായിട്ടില്ലെങ്കിൽ പോലും മറ്റ് ജില്ലകളിലും ചെറിയ സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു കാര്യമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പങ്കുവെക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഈ നേരത്ത്, അതായത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ നേരത്ത് പോലും നമ്മളിവിടെ നിൽക്കുന്ന ഭാഗത്തൊക്കെ വലിയ ചൂടാണ് അനുഭവപ്പെടാറ്. പക്ഷേ ഇന്നൊക്കെ ചെറിയ നേരിയ തോതിലുള്ള ഒരു ഇളം കാറ്റൊക്കെ വീശുന്നുണ്ട്. അപ്പം അത് ചെറിയൊരു ആശ്വാസമാണ്. അതോടൊപ്പം തന്നെ മഴക്കൊപ്പം തന്നെ വലിയ കാറ്റടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വൈദ്യുതി നിയന്ത്രണമൊക്കെ പല രീതിയിലും നടക്കുന്നുണ്ട്. അപ്പോൾ മഴ ലഭിച്ചാൽ ഒരുപക്ഷെ ഈ വൈദ്യുതി നിയന്ത്രണത്തിനും ഒരു ആശ്വാസമാകും. ഒപ്പം തന്നെ ഈ കനത്ത ചൂട് അതിനും ഒരു ആശ്വാസമാകും എന്ന വലിയൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും. അതുകൊണ്ട് നമ്മളെല്ലാവരും വേഴാമ്പലിനെ പോലെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് നല്ലൊരു കനത്ത മഴയ്ക്കായി.